ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളം സബ്ജക്റ്റിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഇവിടെ താഴെ നിങ്ങൾക്ക് ഷിഗയുടെ ഡയറി തന്നിട്ടുണ്ട്. ഈ ഡയറി നിങ്ങൾ നല്ലതുപോലെ വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. സോ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു ഡയറിക്കുള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറി നല്ലതുപോലെ മനസ്സിലാക്കി വായിക്കുക. ആദ്യം ഡയറി എഴുതുമ്പോൾ ഡേറ്റ് എഴുതണം, ദിവസം എഴുതണം. 1/12/2024 ഞായർ. ഇനി നമുക്ക് ഡയറി വായിക്കാം. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. തുറന്നിട്ട ജാലകത്തിലൂടെ മഴ വന്നു വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. നേർത്ത നൂലുകൾ പോലെ മഴ താഴേക്ക് വീഴുന്നു. ചെടികൾ മഴത്തുള്ളികളെ തലയാട്ടി വിളിച്ചു. മണ്ണിനെ ഏറെ ഇഷ്ടമായത് കൊണ്ടാവാം പൂവിതളുകളിൽ ചിലർ മഴത്തുള്ളികൾക്കൊപ്പം താഴേക്ക് വന്നു. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന കിളികൾ ചിറകുകൾ ചേർത്തു പിടിച്ച് കാഴ്ചക്കാരായി. കുളത്തിലെത്തിയ തുള്ളികൾ കുമിളകളായി, പിന്നെ അലകളായി. തങ്ങളുടെ വരവ് കുളത്തിലാകെ അറിയിച്ചു. ഇടയ്ക്കിടെ തെല്ലു ശമിച്ചും കാറ്റിനൊപ്പം ശക്തിയോടെ തിരിച്ചും വന്നും മഴയുടെ ഒളിച്ചുകളി തുടർന്നു. ഇന്ന് പതിവുള്ള സായാഹ്ന സവാരി പോലും നടന്നില്ല. എന്നാലും പരിഭവമില്ല. മഴ എനിക്ക് ഏറെ ഇഷ്ടം. മഴയില്ലാത്ത അവസ്ഥ ചിന്തിക്കാനേ വയ്യ. സോ ഇത്രയുമാണ് ഷിഗയുടെ ഡയറിയിൽ അവൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ എന്തിനെ കുറിച്ചാണ്? മഴയെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നതല്ലേ. ഇനി താഴെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതൊക്കെയാണ്. ചോദ്യം 1, ഷിഗയെ വിളിച്ചുണർത്തിയത് ആര്? ഷിഗയെ വിളിച്ചുണർത്തിയത് ആരാണ്? അമ്മയാണോ, കുളിയാണോ, കാറ്റാണോ, മഴയാണോ? ഉത്തരം ഡി, മഴയാണല്ലേ. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം. പരിഹാസം, ദയ, സന്തോഷം, സങ്കടം. എന്താണ് നല്ല രസം എന്ന് പറയുന്നത്? സന്തോഷം ആണല്ലേ. നമ്മുടെ ഉത്തരം ഇവിടെ വരുന്നത് സന്തോഷം. ചോദ്യം 3, വൈകുന്നേരം എന്ന പദത്തിനു പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? ഇതിൽ ജാലകം, സായാഹ്നം, അതിഥി, സവാരി എന്നിവയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ഡയറിയിൽ വായിച്ചിട്ടുള്ളതാണ് അവൾക്ക് മഴ കാരണം സായാഹ്ന സവാരിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. സോ വൈകുന്നേരം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് സായാഹ്നം. ചോദ്യം 4, മഴയുടെ ഒളിച്ചുകളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ, ഇടയ്ക്കിടയ്ക്കുള്ള മഴ. ബി, തുടർച്ചയായുള്ള മഴ. സി, മഴ ഇല്ലാത്ത അവസ്ഥ. ഡി, ശക്തമായ മഴ. ഉത്തരം വരുന്നത് ഇടയ്ക്കിടെയുള്ള മഴ. ഇനി 5ാമത്തെ ചോദ്യം. ചോദ്യം 5, പൂവിതളുകൾ താഴേക്ക് വന്നത്. ഓപ്ഷൻ എ, മഴയോടുള്ള ഇഷ്ടം കൊണ്ട്, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട്, പൂവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട്. എന്തുകൊണ്ടാണ് പൂവിതളുകൾ താഴേക്ക് വന്നത്? മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡയറിയിൽ അതേപോലെ തന്നെ തന്നിട്ടുണ്ട്. സോ ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ആ ചോദ്യം വരുന്ന വരി നല്ലതുപോലെ വായിച്ചിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനമാണ്. പ്രവർത്തനം 2, കത്ത് എഴുതാം. ഇവിടെ നമ്മൾക്കൊരു കത്ത് നിർമ്മിക്കാനാണുള്ളത്. ഇത്തവണ ക്രിസ്മസിന് ഷിഗയുടെ നാട്ടിലെ സൗഹൃദ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പുൽക്കൂട് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്മസ് കരോൾ, ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിപാടികൾ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കൂട്ടുകാരിയായ ഫാത്തിമയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ഫാത്തിമയ്ക്കാണ് കത്ത് എഴുതുന്നത്. ഇവിടെ ആരാണ്? ഷിഗ എഴുതും പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു കത്ത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ കത്ത് തയ്യാറാക്കുമ്പോൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് തീയതിയും ദിവസവും. വലതുഭാഗത്താണ് ഇത്. നിങ്ങൾ കത്ത് എഴുതുന്നതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് നിങ്ങൾ തീയതിയും ദിവസവും കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇടതുഭാഗത്ത് തുടങ്ങണം പ്രിയപ്പെട്ട, എന്നിട്ട് ആർക്കാണോ എഴുതുന്നത് അവരുടെ പേര്. ഇവിടെ നിങ്ങൾക്ക് ഫാത്തിമയ്ക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് പ്രിയപ്പെട്ട ഫാത്തിമയ്ക്ക് എന്നാണ്. എന്നിട്ട് കത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ എഴുതേണ്ടത്
സുഖാന്വേഷണങ്ങളാണ്. അതായത് നിനക്ക് സുഖമാണോ, എനിക്ക് സുഖം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കത്ത് തുടങ്ങേണ്ടത്. ഇവിടെ നമ്മൾ എഴുതിയത് നിനക്ക് സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് സുഖം തന്നെ. എന്നിട്ട് അടുത്ത ഖണ്ഡികയായിട്ട് നമ്മുടെ വിഷയം എന്തൊക്കെയാണോ, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കത്ത് എഴുതുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അടുത്ത ഖണ്ഡികയായിട്ട് എഴുതേണ്ടത്. എന്നിട്ട് പിന്നെ അവസാനത്തെ ഖണ്ഡികയായിട്ട് കത്ത് ചുരുക്കം, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കുക. എൻ്റെ കത്ത് ഞാൻ ചുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കുക. എന്നിട്ട് ഇടത്തെ സൈഡിലായിട്ട് സ്നേഹത്തോടെ ആരാണോ കത്ത് എഴുതുന്നത് അവരുടെ പേര്, ഇവിടെ ഷിഗയാണല്ലോ കത്ത് എഴുതുന്നത്, സോ സ്നേഹത്തോടെ ഷിഗ എന്നാണ് നമ്മൾ എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ കത്ത് തയ്യാറാക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാലേ ഒരു കത്ത് പൂർണ്ണമാവുള്ളൂ. സോ നമുക്ക് ഇവിടെ കത്ത് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഡേറ്റും ദിവസവും എഴുതണം. എന്നിട്ട് എങ്ങനെയാണ് തുടങ്ങേണ്ടത്? പ്രിയപ്പെട്ട ഫാത്തിമയ്ക്ക്, നിനക്ക് സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് സുഖം തന്നെ. അടുത്ത ഖണ്ഡികയായിട്ട് നമ്മൾ എന്തിനാണോ കത്തെഴുതിയത് ആ വിഷയം പറയുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവമായ ക്രിസ്തുമസ് അടുത്തെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ സൗഹൃദ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ വിപുലമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുൽക്കൂട് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്തുമസ് കരോൾ, ചവിട്ടു നാടകം, മാർഗം കളി തുടങ്ങി നിരവധി കലാപരിപാടികളാണ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഭാവനയിൽ തോന്നിയിട്ടുള്ള വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ സാന്താക്ലോസും കേക്കും സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. ഓരോ ദിവസവും പ്രത്യേക പരിപാടികൾ നടക്കും. ഞങ്ങളെല്ലാവരും ഇതിനായി ആവേശത്തോടെ തയ്യാറെടുക്കുകയാണ്. ഈ സന്തോഷമൊന്നും നിന്നെ കൂടെ കാണാതെ പൂർണ്ണമാകില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ഞങ്ങളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാൻ നീയും വരണമെന്ന് ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ചിരിക്കാൻ, കളിക്കാൻ, ആലപിക്കാൻ, അനേകം ഓർമ്മകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ വിഷയം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഖണ്ഡികയായിട്ട് കത്തിൻ്റെ ചുരുക്കം, അതായത് ഇന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കത്ത് നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നീ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കത്ത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ദയവായി നീ വരുമെന്ന് കരുതുന്നു, നിന്റെ വരവിനായി കാത്തിരിക്കുന്നു. സോ നമ്മുടെ കത്തിലെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനം സ്നേഹത്തോടെ ഷിഗ എന്നും കൂടി ചേർക്കുക. ഇപ്പോൾ നിങ്ങളൊരു കത്ത് എഴുതാൻ പഠിച്ചില്ലേ? ആർക്ക് വേണ്ടി ഏത് വിഷയത്തിൽ കത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞാലും നിങ്ങൾ എളുപ്പത്തിൽ എഴുതില്ലേ? പ്രവർത്തനം 3 ചിത്രവായന. ഇവിടെ ഷിഗയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഫാത്തിമ കണ്ട ഒരു കാഴ്ചയാണ് ചുവടെയുള്ളത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു ട്രാക്ടർ ഉണ്ട്, തെങ്ങുണ്ട്, ഒരു കർഷകൻ എന്താണ് കാളകളെ മേയ്ക്കുന്നുണ്ട്, മേഘങ്ങൾ, കിളികൾ, കൊക്കുകൾ എന്നൊക്കെ മലകൾ, കുന്നുകളൊക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം അല്ലേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അവയുടെ പേരുകൾ എഴുതൂ. ഇത് ഈ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണല്ലേ. നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ താഴെ പോയിന്റ്സ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കണ്ടെത്തിയവയെ അക്ഷരമാലാക്രമത്തിൽ എഴുതൂ. എന്നിട്ട് ആദ്യത്തെ ബോക്സിൽ നിങ്ങൾ ചിത്രം നോക്കി എന്തൊക്കെയാണോ കിട്ടിയതെന്ന് കണ്ടതെന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ കള്ളിയിൽ ഇത് അക്ഷരമാല ഓർഡറിലാക്കിയിട്ട് ക്രമത്തിലാക്കിയിട്ട് എഴുതാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ: ഒരു വയൽ, കർഷകൻ, കാളകളുമായി നിലം ഇറയ്ക്കുന്നു, ട്രാക്ടർ, തെങ്ങ് മരങ്ങൾ, പക്ഷികൾ, മലകൾ, മേഘങ്ങൾ, കൊക്ക് എന്നിവയൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി അക്ഷരമാല ക്രമത്തിലാക്കി എഴുതേണ്ടതുണ്ട്. ഇവിടെ ക എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരമാണല്ലോ ആദ്യം വരുന്നത്. സോ നമ്മൾ കർഷകൻ, പിന്നെ കാളകളുമായി നിലമിറയ്ക്കുന്നത്, കൊക്ക് എന്നിവയെ ആദ്യം എഴുതണം. ക വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ആദ്യം എഴുതുക. ഇനി രണ്ടാമത്തേത് അക്ഷരം വരുന്നത് ഡ ആണ്. സോ ഡ തൊണ്ട്
ട്രാക്ടറാണ് രണ്ടാമത് വരിക. ഇനി മൂന്നാമത് ത ആണ്, തെങ്ങ് മരങ്ങൾ വരും. നാലാമതായിട്ട് പക്ഷികളുണ്ട്. ഇനി അഞ്ചാമതായിട്ട് എന്ന അക്ഷരമാണ് വരുന്നത്, മലകൾ മേഘങ്ങളൊക്കെ എഴുതുക. ഇനി ആറാമത്തെ അക്ഷരം ആണ് വരുന്നത്, സോ വയൽ എഴുതുക. സോ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓർഡറിൽ, നമ്പർ ഇട്ട ഓർഡറിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. പ്രവർത്തനം 4, വരികൾ കൂട്ടിച്ചേർക്കാം. പാട്ടരങ്ങിൽ അവതരിപ്പിക്കാനായി ഷികയും ഫാത്തിമയും ചേർന്ന് പൂന്തോട്ടത്തെക്കുറിച്ച് തയ്യാറാക്കിയ പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ. സോ ഇവിടെ നമ്മൾക്കൊരു കവിതയുടെ ആദ്യ ഭാഗം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസ് വരികൾ കൂട്ടിച്ചേർക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. പൂന്തോട്ടത്തെക്കുറിച്ചാണ് നമ്മൾ കവിത തയ്യാറാക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള വരികൾ വായിക്കാം. ചെമ്പട്ടിൻ നിറമേന്തി വിടർന്നൊരു ചെമ്പരത്തി കളിത്തോയി, പൂന്തേനുണ്ടു പറന്നു വരുന്ന ചന്തമെഴുന്നൊരു പൂമ്പാറ്റ. സോ ഇവിടെ ചെമ്പരത്തിയെക്കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എഴുതാം. പൂക്കൾ പാടുന്നു ചിരിച്ചു, താറാവുകൾ പറന്നു വീണു, തണുത്ത കാറ്റു സ്മിതമാകും, പൂന്തോട്ടം സുഖം നിറയും. ജമന്തി, റോസ്, തുളസി പൂവ്, പകൽ പോലും അവ തിളങ്ങും, തേൻ ചിറകുകൾ പോലെ വന്നു തേനീച്ചകൾ അവയെ ചുംബിക്കും. സോ ഇത്രയും വരികളാണ് നമ്മളിവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. പത്രം വായിക്കുമ്പോൾ ഷാലു കണ്ട ചിത്രമാണിത് അല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് ഒരു പട്ടിണിയുടെ ചിത്രമാണ്. അന്നം കിട്ടാനില്ലാതെ വിശന്ന് നിൽക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണം കിട്ടുമ്പോൾ അവരത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് സ്കൂളിലെ ഒരു രംഗമാണ് അവളുടെ ഓർമ്മയിൽ എത്തിയത്. സ്കൂളിൽ കുട്ടികൾ ഭക്ഷണം വെറുതെ പാഴാക്കുകയാണ്. അവിടെ പുറത്ത് പരിസരങ്ങളിൽ ആർക്കും വേണ്ടാതെ ഒരുപാട് ഭക്ഷണങ്ങൾ വലിച്ചെറിയപ്പെടുന്നു. എന്നിട്ട് ഈ ഒരു കാഴ്ചയാണ് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഇതിനെക്കുറിച്ചാണ് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അതായത് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. സോ നമ്മൾ ഈ ഒരു വിഷയത്തിലാണ് നമ്മളിവിടെ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നല്ല വലിയൊരു കള്ളിയൊക്കെ വരച്ചിട്ട് അതിൽ സന്ദേശം എഴുതുക. ഇവിടെ നമുക്ക് എഴുതാം, ഭക്ഷണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അതിന് മാന്യത കൊടുക്കൂ. ഇനി വേറൊരു പോസ്റ്ററിൽ നമുക്ക് എഴുതാം, ഒരു കുട്ടിയുടെ നാവിലേക്കുള്ള ആഹാരമാണ്, നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പാഴാവുന്നത്. വേറെ എഴുതാൻ പറ്റിയതാണ്, സ്കൂളിലും വീട്ടിലും ഭക്ഷണത്തെ മാന്യമായി ഉപയോഗിക്കൂ. സോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതുപോലെ നിങ്ങൾ നല്ലൊരു സന്ദേശമൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി കള്ളിയിലൊക്കെ ആക്കി നല്ല ഭംഗിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റാൻഡേർഡ് 3ൻ്റെ മറ്റു വിഷയങ്ങളിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 3 ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.